அப்ப ஏனோ அனந்தா, உனக்கு ஒரு போன் வந்திருந்தது. ஏதோ ஒரு பொண்ணு ஒரு ஹாஸ்டலோட நம்பர் தந்திருக்கு. நீ வந்த உடனே உன்னை கூப்பிட சொன்ன. ഹലോ, റോസ് ഹോസ്റ്റലല്ലേ? മിസ് ശ്രീദേവി ഒന്ന് വേണമായിരുന്നു. അതെ, ശ്രീദേവി മേനോൻ. ഹലോ, ശ്രീദേവി അല്ലേ? അനന്തനാണ്. വിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ എത്തിയതുള്ളൂ. വിളിച്ചത് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? ഏയ്, ഇന്ന് വൈകിട്ട് ഫ്രീ ആണോ? അതെ, വരാമല്ലോ. എപ്പോ വരണം? ഒരു 4 മണിക്ക്. താങ്ക് യു. அனந்தா, அந்த இட்டாலியன் ஃபேட்டோட வேலை இன்னைக்கே முடிச்சாகணும். நாளை காலைல கொடுக்கறேன்னு சொல்லியிருக்கு. അയ്യോ മുതലാളി, എനിക്ക് ഉച്ചതിരിഞ്ഞ് ലീവ് വേണം. നാളെ കാലയിലേ ഞാൻ കൊഞ്ചം നേരത്തെ വരല. തീരാത്ത മണി അപ്പ ചെയ്യല. പിന്നെ മുതലാളി, എനിക്ക് இந்த മാസം ശമ്പളത്തിലിരുന്ന് ഒരു 100 രൂപ അഡ്വാൻസ് വേണം. எதுக்கு? ഒരു അത്യാവശ്യം ഇருக்கு. അതാ. முன்ன இல்லாம இருந்த பழக்கங்கள்லாம் ஆரம்பிச்சிருக்கிறானே. அடிக்கடி போன், லீவு, அட்வான்ஸ். ரூட்டு மாறுதோ? നല്ല കരുത്തുള്ള മീശ. ഇത് കുറയ്ക്കണോ? ശരി, കുറയ്ക്കാം. കൊള്ളക്കാരനെ പോലെ ഇരിക്കുന്നല്ലേ പറഞ്ഞത്? കൊള്ളാം, മനോഹരമായിരിക്കുന്നു. നീശയ്ക്കെന്ത് പറ്റി? എലി കറണ്ടോ? അല്പം ചെറുതാക്കി, അത്രേ ഉള്ളൂ. വേണ്ടായിരുന്നു. ആ പഴയ കൊമ്പൻ തന്നെ മതിയായിരുന്നു. ഒന്നുമില്ലെങ്കിലും അതിനൊരു എടുപ്പുണ്ടായിരുന്നു. ഇത് തീരെ മോശം എന്ന് ചോദിച്ചാൽ അങ്ങനെ മോശമെന്ന് പറയാൻ വയ്യ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ആ, അനന്തനോട് വരാൻ പറഞ്ഞത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ? പറയാതെ എങ്ങനെ അറിയാ? ഒരു ചെറിയ സർപ്രൈസ്. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ഓ യെസ്, ഇന്ന് നമ്മൾ ഒരുമിച്ച് പുറത്തു പോകുന്നു. റെഡിയല്ലേ? പിന്നെന്താ, റെഡി. ഇന്ന് എവിടേക്കാ പോകുന്നറിയാമോ? എവിടെ വേണേലും പോവാം. സൂപ്പ്, ചില്ലി ചിക്കൻ, നൂഡിൽസ്. നമുക്ക് അന്ന് പോയ ഹോട്ടലിൽ പോയാലോ? പിറന്നാൾ ദിവസം ഞാൻ സ്ട്രിക്റ്റ് വെജിറ്റേറിയനാ. അല്ലെങ്കിൽ ചൈനീസ് ഫുഡ് എന്നേറ്റാൽ വിടുമോ? പിന്നെ എവിടെ പോണം? നമുക്കിന്ന് കുമരങ്കോലി പോവാം. എവിടെ വെച്ച്? 4 രൂപ. ബാക്കി വെച്ചോ. ചാർത്താനൊരു മാല വേണം. എത്രയാ? 6 രൂപ. 100 രൂപയുടെ ചില്ലറ തരാനുള്ള കച്ചവടം ഇവിടെ ഉണ്ടാവില്ല.
ഞാൻ കൊടുക്കാം. ഞാൻ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് അനന്തൻ അറിയാമോ? പരീക്ഷയിൽ ജയിക്കണമെന്ന്. പിന്നെ മറ്റെല്ലാം മറന്ന് തൊഴിൽ നിൽക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന ആ ശാന്തി ഉണ്ടല്ലോ, അതെപ്പോഴും മനസ്സിലുണ്ടാവണേന്ന്. അതെന്താ അങ്ങനെ പ്രാർത്ഥിക്കാൻ? വിശേഷിച്ചൊന്നുമില്ല. അമ്മയുണ്ടായിരുന്നപ്പോൾ കോളേജ് കഴിഞ്ഞ് ചെല്ലാൻ ഒരു ഇടമുണ്ടെന്ന് തോന്നലുണ്ടായിരുന്നു. അമ്മ പോയതോടെ ചേട്ടനുണ്ടല്ലോ. ചേട്ടനുണ്ട്, ചേട്ടത്തിയുണ്ട്. എന്നാലും അമ്മയെ പോലെ ആവില്ലല്ലോ. ചേട്ടന് പണ്ടും അതെ, ചേട്ടന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ചേട്ടത്തിക്ക് അത്ര കൂടി സ്നേഹം ഉണ്ടാവാത്തത് കുറ്റമാവില്ല. ആലോചന വല്ലതും? ഹേയ്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ അമ്മയും അച്ഛനും ഇല്ലാതെ വരുമ്പോ എല്ലാ വീടുകളിലും ഇതൊക്കെ പതിവ് തന്നെയാണ്. ചേട്ടനിപ്പോ എവിടെയാ? ബോംബെയില്. വെക്കേഷന് മാത്രം ഞാൻ പോവും. അനന്തൻ ഇവിടെ ആദ്യമാണല്ലേ? അതെ. കഴിഞ്ഞ കൊല്ലം അവസാനം വരെ എല്ലാ ആഴ്ചയിലും ഞാനിവിടെ വരുമായിരുന്നു, എന്റെ കൂട്ടുകാരിയുമൊത്ത്. അവളുടെ കോഴ്സ് കഴിഞ്ഞു പോയി. പിന്നെ ഇന്നാണ് ഞാൻ വരുന്നത്. അവള് പോയ ശേഷം എനിക്കിങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരും ഇല്ലാണ്ടായി. എല്ലാവരോടും കയറി നടക്കാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനന്തനെ കണ്ടത്. മനസ്സ് തുറന്ന് വല്ലതുമൊക്കെ സംസാരിക്കാൻ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. സത്യത്തില് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വേറെ ഒന്നും നോക്കാതെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം അനന്തനോടേ ഉള്ളൂ. വാസ്തവത്തിൽ ഞാനും വല്ലതുമൊക്കെ ഉള്ളു തുറന്ന് മിണ്ടാൻ തുടങ്ങിയത് ശ്രീദേവിയെ കണ്ടത് പിന്നെ. ആഹാ, എന്നിട്ട് എന്റെ ലാത്തി മുഴുവൻ സഹിക്കുകയല്ലാതെ ഇങ്ങോട്ടൊന്നും പറയാറില്ലല്ലോ. കടല വേണമോ സാർ? കടല വേണ്ട സാറേ, ഞാൻ കൊടുത്തോളാം. അവന്റെ കയ്യിൽ 100 രൂപയുടെ ചേഞ്ച് ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. എത്രയാ? 1 രൂപ. ഇങ്ങനൊരു കൊതിച്ച് പഴയ സ്വഭാവത്തിൽ ഒരു മാറ്റവും. കഴിക്കൂ. കുട്ടികളായിരുന്നപ്പോ എന്ത് രസമായിരുന്നല്ലേ. ആ സ്വഭാവം മാറില്ലെന്നാണ് എനിക്ക്. സമയം ഒരുപാടായി, നമുക്കിറങ്ങാം. ഞാൻ കൊണ്ടുവിടാം. ആസ് യു പ്ലീസ്. ചില്ലറല്ല സാർ? ഞാൻ കൊടുക്കാം. സാറിനെ ഡ്രോപ്പ് ചെയ്യണം. വരട്ടെ. എന്റെ മോൻ അനന്തന്. അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ, അച്ഛനാണെങ്കിൽ കിടപ്പ് തന്നെ. എന്റെ മോൻ ഈ മാസം ഇച്ചിരി കാശ് കൂടുതലയക്കണം. உனக்கல்ல இது வேற அனுப்புங்கோ. ஆனா 4-5 நாளாகும். എന്താണെന്താ ഈയിടെ ഫോൺ ബില്ല് കേട്ടാ ഓടുന്നത്? വല്ലതും കുരുങ്ങിയോ?
என்ன அனந்த இன்னைக்கு வேலைக்கு போலியா? எந்திரிச்ச பாடே காணோம். ஐயோ, என்ன அனந்தா? വയ്യ ചേച്ചി, നല്ല പനി, തല പൊക്കാൻ വയ്യ. ஐயோ, உடம்பெல்லாம் நெருப்பா கொதிக்குது. ஏன்பா, அவர் போறதுக்கு முன்னால சொல்லியிருந்தா ஏதாவது மருந்தாவது வாங்கியிருக்கலாம் இல்ல? അത്രയ്ക്കൊന്നുമില്ല, കുറച്ചു നേരം അനങ്ങാതെ കിടന്നാ മതി. சரி, அசையாம படுத்துக்கோ. நான் போய் ஸ்ட்ராங்கா ஒரு சுக்கு காப்பி போட்டு கொண்டு வரேன். ഈ മരുന്ന് 2 ounce കൂടി ചെല്ലട്ടെ, പനി പമ്പ കിടക്കും. ഡോക്ടറെ കാണാൻ ചെന്നപ്പോ അങ്ങനെ അവിടെ ഇല്ല. പിന്നെ കമ്പൗണ്ടർ നമ്മുടെ ഒരു പരിചയക്കാരനാ. ഞാൻ വിവരം പറഞ്ഞപ്പോ ഈ മരുന്നെടുത്ത് തന്നു. അനങ്ങാണ്ട് മൂടിപ്പോച്ച് കിടന്നു. എന്തോ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പുറത്തുണ്ടല്ലോ. പോട്ടെ. വർക്ക്ഷോപ്പിലെ അണ്ണാച്ചിയോട് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ചുള്ള വിവരാതി വേണ്ട. ഒന്ന് നിക്കണേ. മദ്രാസ് ഓട്ടോമൊബൈൽസ് ജോലി ചെയ്യുന്ന അനന്തന്റെ വീട് എവിടെയാ? ഇങ്ങ വാങ്ങ. பாவம் அசந்து படுத்திட்டு இருக்கு. அனந்தா, அனந்தா, இந்தா உன்னை பாக்குறதுக்கே ஒரு ஆளு. நீங்க பேசிக்கிட்டு இருங்க, எனக்கு நிறைய வேலை இருக்கு. நான் வரேன். അയ്യോ, വേണ്ട വേണ്ട, കിടന്നോളൂ. ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഒന്നാമത് ഇതത്ര നല്ല സ്ഥലമല്ല. പിന്നെ ശ്രീദേവി ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടാൽ എന്നെ തൂക്കിക്കൊല്ലും. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. സാർ അനങ്ങാതെ കിടന്നാട്ടെ. ഭാരിച്ച കാര്യങ്ങളൊക്കെ പിന്നീട് അന്വേഷിക്കാം. പനി ശരിക്കും വിട്ടിട്ടില്ല. ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. ഡിഗ്രി കിട്ടിയിട്ടില്ലെങ്കിലും ഞാനൊരു 3/4 ഭാഗം ഡോക്ടറാ. ഒരു പനിക്കൊക്കെ ഞാൻ മതി. ഈ ചുമ അത്ര ശരിയല്ല. ലങ് ഇൻഫെക്ഷൻ ഉണ്ടോന്നാണ് സംശയം. കാണട്ടെ. ശ്വാസം വലിച്ചോടൂ. അതൊക്കെ പനിയും ചുമയും കിടപ്പിലാണെന്ന് ഫോൺ ചെയ്തപ്പോഴേ അറിഞ്ഞു. മരുന്ന് കരുതിക്കൊണ്ടാ പോന്നതും. പേടിക്കണ്ട, പ്രൊഫസറോട് ചോദിച്ചിട്ട് എന്നെ മരുന്ന് ഫിക്സ് ചെയ്തത്. മരുന്ന് ഇപ്പോഴേ തുടങ്ങണം. ഡെയിലി 3 എണ്ണം വീതം. ഇപ്പൊ ഇതെങ്ങനെയാ കഴിക്കുക? വെള്ളമുണ്ടല്ലോ. അനന്തന് കഴിക്കാൻ കുറച്ച് വെള്ളം മതിയാവും. പക്ഷെ എനിക്കെന്തെങ്കിലും കഴിക്കണമല്ലോ. ഒരു ചായ കഴിക്കാനുള്ള മൂഡ് തോന്നുന്നു. ആരെങ്കിലും പറഞ്ഞേക്കാം. ഒന്നും വേണ്ട. അത്യാവശ്യം ഒരു ചായ ഉണ്ടാക്കാനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. ബുദ്ധിമുട്ടാവും. ഇനി അഥവാ ലേശം ബുദ്ധിമുട്ടാണെന്ന് തന്നെ വെക്കണം. അത് ഞാനങ്ങ് സഹിച്ചോളാം. എന്തിനാണെന്താ നമ്മൾ തമ്മിൽ ഈ ഫോർമാലിറ്റി?
ചായ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഒന്നുകിൽ അനന്തൻ മുഖസ്തുതി പറയാണ്, അല്ലെങ്കിൽ വായ്ക്ക് രുചിയില്ലാത്തതുകൊണ്ട് തോന്നിയതാണ്. കുടിക്കുന്ന എനിക്കറിയാമല്ലോ പരമ ബോറാണെന്ന്. ഇന്ന് കോളേജിൽ പോയില്ലേ? ഹോസ്പിറ്റൽ ഓവറാണ്, അറ്റൻഡൻസ് ചെയ്യാതെ പോന്നു. എന്നാലും നല്ല ആളാ. കുറെ ദിവസമായി ഒരു വിവരവും കാണാഞ്ഞപ്പോ ഞാൻ കരുതിയത് ജോലി തിരക്കാണെന്നാ. ഇന്ന് രാവിലെ ഒന്ന് എയർപോർട്ടിൽ പോകാൻ അന്വേഷിച്ചപ്പോഴല്ലേ വിവരം അറിഞ്ഞത്. എന്താ എയർപോർട്ടിൽ പോവാൻ? ഓ അതോ, ചേട്ടൻ വരുന്നുണ്ടായിരുന്നു. വരുന്നു എന്ന് പറഞ്ഞാൽ എവിടുന്നോ വന്ന് എവിടേക്കോ പോകുന്നതിനിടയിൽ 1 മണിക്കൂർ ഇവിടെ തങ്ങുന്നു. എയർപോർട്ടിൽ ചെന്നാ കാണാം. എന്നിട്ട് പോയില്ലേ? ഒറ്റയ്ക്ക് എനിക്ക് വയ്യ. അല്ലെങ്കിൽ പോയിട്ടിപ്പോഴെന്തിനാ? എയർപോർട്ട് റെസ്റ്റോറന്റിൽ മേശയ്ക്ക് ഇരുവശവും ഇരുന്ന് വല്ല സാൻഡ്വിച്ചോ ജ്യൂസോ കഴിക്കും. ഒടുവിൽ സെക്യൂരിറ്റി ചെക്ക് അനൗൺസ് ചെയ്യുമ്പോൾ വിശേഷമൊന്നും എന്നൊരു ചോദ്യവും പതിവ് പോലെ സ്വന്തം കാര്യം നോക്കിയുള്ള പുറപ്പാടും. വാട്ട് ഫോർ? അതിലും നല്ലത് അനന്തനെ കാണാൻ വരുന്നതാണെന്ന് തോന്നി. ഇവിടെ ആരുമില്ലല്ലോ, അനന്തനും ഒറ്റയ്ക്കല്ലേ. കണ്ടോ കണ്ടോ, മരുന്നകത്ത് ചെന്നതേയുള്ളൂ, മുഖം തെളിഞ്ഞു. ഇതാണ് ഡോക്ടറുടെ കൈപ്പുണ്യം എന്ന് പറയുന്നത്. മരുന്ന് മുറയ്ക്ക് കഴിക്കണം, കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. എല്ലാം മാറിയിട്ട് വീണ്ടും ജോലിക്ക് പോകാവൂ. ഞാൻ പോട്ടെ. ആ, വിശേഷം വല്ലതും ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യണേ. അതിലും നല്ലത് അനന്തനെ കാണാൻ വരുന്നതാണെന്ന് തോന്നി. ഇവിടെ ആരുമില്ലല്ലോ. കണ്ടോ? ആളല്പം ഒന്ന് ക്ഷീണിച്ചു അല്ലേ മറിയാം? എന്നാലും നമ്മുടെ ആരുടെയും മരുന്ന് ഏറ്റില്ലല്ലോ. വേണ്ടപ്പെട്ടവർ വന്നു, പരിശോധിച്ചു, മരുന്ന് നിശ്ചയിച്ചു. എന്നാലും മരകതം, ആ കൊച്ചു വന്നപ്പോ ഞാനില്ലാതെ പോയല്ലോ. ആളെങ്ങനെ കൊള്ളാവോ? உடம்பு கொஞ்சம் மெலிசு, ஆனா நல்ல ஐஸ்வர்யமான முகம். சரியான ஜோடி. അയ്യോ, എന്തായി പറയുന്നേ? നിങ്ങൾ കരുതുന്ന പോലൊന്നും അല്ല. അതിന് ഞങ്ങളൊന്നും കരുതിയില്ലല്ലോ. ചേട്ടാ, അവന്റെ ഒരു പരിഭ്രമം കണ്ടില്ലേ? എനിക്കിങ്ങനെയുള്ള പരിഭ്രമൊന്നും ഇല്ലായിരുന്നല്ലോ, അല്ലേ മരകതം? അയ്യോ രാഘവേട്ടാ, ആ കുട്ടി നാട്ടിൽ എന്റെ അയൽവക്കത്തെയാ. ഇവിടെ കോളേജ് പഠിക്കുന്നു. സുഖമില്ലാന്നറിഞ്ഞപ്പോ വെറുതെ ഒന്ന് കാണാൻ വന്നോന്നല്ലാണ്ട്. പിന്നെ പിന്നെ അനന്തന് സുഖമില്ലാത്ത വിവരം പത്രങ്ങളായ പത്രങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു. ചുമ്മാ തിരി മോനെ. രാഘവേട്ടനോട് വേണോ ഈ വേഷം കെട്ട്? നിങ്ങളോട് തർക്കിച്ച് ജയിക്കാൻ ഞാൻ ആളല്ലപ്പാ. എന്തായിരുന്നു മരകതം അന്ന് ഇയാളുടെ സംശയം? ആ, തോന്നുന്ന അടുപ്പം ഏത് തരത്തിലുള്ളതാണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക അല്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ?